ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ എന്താണ് കാര്യം എന്നൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇന്ന് ഹയൻ്റെ ബർത്ത്ഡേ ആണ്. ഹയക്ക് അങ്ങനെ 3 വയസ്സാവാൻ പോവാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ തലേന്ന് തന്നെ ബലൂൺസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹയനെ സർപ്രൈസ് ആക്കണമെന്ന് വിചാരിച്ചു. പക്ഷേ ഹയ അപ്പം തന്നെ എണീച്ച് വരികയൊക്കെ ചെയ്തൊക്കെ കാണുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിറ്റേന്ന് രാവിലെ ഹയ എണീറ്റപാട് ഉമ്മച്ചി ഹയൻ്റെ പഴയ വീഡിയോസൊക്കെ കാണിച്ചു കൊടുത്ത് ഹയനെ വേഗം കുളിപ്പിക്കുകയൊക്കെ ചെയ്ത് പുതിയ ഡ്രസ്സൊക്കെ ഇടിയിച്ച് ഇത് ഹുസൈൻ ഖാൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റായി കൊടുത്ത ഡ്രസ്സാണ്. അങ്ങനെ ഹയൻ്റെ ബർത്ത്ഡേ ഒക്കെ ആയതുകൊണ്ട് മൂത്താപ്പോൾ ഹയനെ കാണാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഉമ്മച്ചി രാവിലെ അടുക്കളയിലൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത്താത്തയും ചീച്ചുമൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മച്ചി കല്ലുംകായൊക്കെ വാങ്ങി അതൊക്കെ നന്നാക്കുകയൊക്കെ ചെയ്യാണ്. അതിൻ്റെ ഇടയിലൂടെ ഞാൻ ഹയക്ക് ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട്. ഇന്ന് ഹയനെ കാണാൻ ആരെങ്കിലും വന്നാലോ വിചാരിച്ച് രാവിലെ എണീറ്റ് ഫുഡ് കൊടുക്കുന്നതിന് മുന്നേ ഞാൻ കുളിപ്പിക്കുക ചെയ്തത്. ഹയ ഉറങ്ങുമ്പോൾ ചേട്ടായി താഴത്ത് ചേട്ടായി വന്നിട്ടുണ്ടായിരുന്നു. ഹയ എണീച്ചാൽ വിളിക്കണേന്ന് പറഞ്ഞാൽ ഹയക്കൊരു ഗിഫ്റ്റും കൊണ്ട്. അപ്പോൾ ഹയനെ കുളിപ്പിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം ചേട്ടായി വീണ്ടും വന്ന് ഹയ എണീറ്റോ നോക്കാൻ. ആ ഗിഫ്റ്റ് കിട്ടിയപാടെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ ഫസ്റ്റ് തന്നെ അത് ഹയ പൊളിച്ച് എന്താണെന്നൊക്കെ നോക്കി. മിഠായി ആയിരുന്നു. അപ്പോൾ മിഠായിയൊക്കെ കഴിച്ച് എല്ലാവർക്കും ഷെയറൊക്കെ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. നിന്റെ ബർത്ത്ഡേക്ക് സന്തോഷായി? ഞാൻ പിന്നെ കിച്ചണിലേക്ക് പോയപ്പോൾ ഉമ്മച്ചി ചെമ്മീൻ നന്നാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഇത് ആക്ച്വലി എൻ്റെ കൂട്ടലിൻ്റെ ഡ്രസ്സാണ്. അപ്പം നമുക്ക് പരിപാടി രാത്രിയായിരുന്നു വരുന്നത്. അപ്പോൾ രാത്രിയേക്കുള്ള ഫുഡിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടിരുന്നു. ബാപ്പ അതൊക്കെ വാങ്ങിയിട്ട് വരുന്നതാണിത്. ബാപ്പ സാധനമൊക്കെ കൊണ്ടുവന്നപ്പോൾ ഉമ്മച്ചി വേഗം കല്ലുംകാൻ്റെ പണി തുടങ്ങി. ഹയ ഉമ്മച്ചിക്ക് കൂട്ടിന് ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ഇടയിലൂടെ പുഡിങ്ങിൻ്റെ ബ്രെഡ് കാര്യങ്ങളൊക്കെ സെറ്റാക്കുന്നുണ്ട്. ബ്രെഡും കസ്റ്റാർഡും വെച്ചിട്ടുള്ള പുഡിങ്ങാണ് നമ്മൾ പിന്നെ ഉണ്ടാക്കുന്നത്. പിന്നെ പോയിട്ടില്ല. ഇതങ്ങനെ ആദ്യമൊക്കെ സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആൻറ്റിയും റിതയൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ വരുമ്പോഴത്തേക്ക് ഉമ്മച്ചി വേഗം സ്പീഡിൽ ഉമ്മച്ചിൻ്റെ പണികളൊക്കെ തീർക്കുകയാണ്. അപ്പം നമ്മൾ ഹയാൻ്റെ കേക്ക് എടുക്കാൻ വേണ്ടി പോവുകയാണ്. പുതുശ്ശേരി കടവാണ്. നമുക്കൊരു 5 കിലോമീറ്റർ ദൂരെയുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ കേക്ക് ഓർഡർ ചെയ്തത്. നമുക്ക് അവിടെ എത്തിച്ച് കാണാം. ഹയ ഇങ്ങനെ എപ്പോഴും ഹുസൈൻ ഖാനെ എന്നോടൊക്കെ ഞാൻ പറയുമായിരുന്നു എനിക്ക് ബട്ടർഫ്ലൈൻ്റെ ആദ്യം പറയാം ഡോൾ കേക്കായിരുന്നു വേണ്ടതെന്നാ. പിന്നെ ഒരു വട്ടം അവളെ പ്ലാൻ മാറ്റി. പപ്പ എനിക്ക് ബട്ടർഫ്ലൈൻ്റെ കേക്ക് വേണമെന്നിങ്ങനെ പറയുമായിരുന്നു. അങ്ങനെ ഇതാ ഹയാൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറ്റി നമ്മൾ സെറ്റായിട്ടുണ്ട്. ബട്ടർഫ്ലൈ എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. കേക്ക് നമ്മൾ അതിൻ്റെ ഡ്രസ്സിങ്ങിലെല്ലാം ബട്ടർഫ്ലൈനെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ കേക്ക് വാങ്ങിയ പേജ് ഇവിടെ മെൻഷൻ ചെയ്യാം. ഞാൻ എന്താണോ കാണിച്ച പിക്ക് കറക്റ്റ് അതുപോലെ ആയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കേക്കും അടിപൊളിയായിരുന്നു. അങ്ങനെ ഇതാ പായസവും ബിരിയാണിയും എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഇത് ആൻറ്റി ഹൃദയ എത്തിയിട്ടുണ്ട്. എൻട്രി
ആൻറ്റിൻ്റെ ബാക്കിൽ തന്നെ ഫസിലമ്മയും ആമനും മക്കൾസൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളെല്ലാവർക്കും വേഗം പായസമൊക്കെ ഒഴിച്ച് എല്ലാവരും പായസമൊക്കെ കുടിക്കുന്ന തിരക്കിലാണ്. അങ്ങനെ ഫൈനലി ഇത്താത്തയും ജീജും മക്കളൊക്കെ എത്തിയിട്ടുണ്ട്. ദുവക്ക് എന്തോ ഒരു പ്രശ്നത്തിലാണുള്ളത്. ഹയ വേഗം ദുവനെ കൂട്ടി കൊണ്ടുപോകുന്നുണ്ട്. തീയണ്ടാ തീയ മാണ്ടേ ഹാപ്പി ബർത്ത്ഡേ happy birthday to you. May the നിങ്ങളെല്ലാരും കൊടുക്കി മുറിച്ചു കൊടുക്കി എല്ലാവർക്കും. പിന്നെ നമ്മൾ ഗിഫ്റ്റ് അൺബോക്സിങ്ങിലേക്കാണ് പോയത്. ഗിഫ്റ്റ് കൊടുക്കലും ഫോട്ടോ എടുക്കലും അൺബോക്സിങ് ഒക്കെയാണ്. അപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ ഗിഫ്റ്റ് കൊടുക്കുന്ന ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ വീഡിയോ ഒക്കെ തന്നെ എടുക്കുന്നുണ്ട്. എന്താ ഹയൻ്റെ ഉത്സാഹം, എന്താ ആവേശം, ഭയങ്കര ഹാപ്പി ആയിരുന്നു ഹയ. ഹയക്ക് ഹുസൈൻ ഖാൻ്റെ വക ഉള്ളൊരു ഗിഫ്റ്റായിരുന്നു ഇത്. ഒരു കുഞ്ഞു ബ്രേസ്ലെറ്റ് ആണ്. അപ്പോൾ ഹയ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എല്ലാവരും ഗിഫ്റ്റ് തന്നു, അമ്മ മാത്രം എനിക്ക് ഗിഫ്റ്റ് തന്നില്ലല്ലോ. അപ്പോൾ ആ ഒരു ഗിഫ്റ്റ് ഞാനങ്ങ് കൊടുത്തു. ഹുസൈൻക്ക് കെട്ടാനില്ലാത്തതുകൊണ്ട് തന്നെ വാപ്പച്ചി കെട്ടണമെന്നായിരുന്നു എനിക്ക്. അപ്പോൾ ഞാൻ വാപ്പച്ചിനെ കൊണ്ട് കഴിച്ചെന്നെയും കെട്ടിച്ചു. അതെല്ലാം കൊടുത്ത്
ബാപ്പച്ചീൻ്റെ വക അബിക്കും തൂക്കും കൂടെ ഡ്രസ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാ നമ്മളങ്ങനെ ഗിഫ്റ്റ് അൺബോക്സിങ്ങിലേക്ക് കടന്നിരിക്കുകയാണ്. ആദ്യം ഇത് എന്റേതാണ്, എന്റെ മാത്രം. എന്നോട് രാവിലെ പറഞ്ഞെടുക്കാം മമ്മ എന്റെ ബർത്ത്ഡേ ആയിട്ട് അവർക്ക് സന്തോഷം ഞങ്ങക്ക് അടുത്ത പൊളിക്കണം. നിങ്ങൾ എന്താ വിചാരിച്ചത്? ഹായ്, ഇത് എവിടുന്ന് തുടങ്ങും? ഇതെന്താ വലിച്ചിട്ട് തീരാത്തത്? അങ്ങനെ ഇതാ ഗിഫ്റ്റ്സൊക്കെ അൺബോക്സ് ചെയ്ത് ഇനി നമുക്ക് നേരെ ഫുഡിലേക്ക് പോവാം. അപ്പോൾ ഇതാ ടേബിളിൽ നിന്നൊക്കെ മാറ്റി നമ്മൾ വേഗം ഫുഡ് വിളമ്പാൻ തുടങ്ങിയിട്ടുണ്ട്. കാണുമ്പോ നല്ല രസം. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വേഗം പാത്രങ്ങളൊക്കെ കഴുകി കുറച്ചേരം സംസാരിക്കുകയൊക്കെ ചെയ്ത് അപ്പോഴാണ് പുഡിങ് എടുത്തില്ലല്ലോ എന്ന് ഓർമ്മ വന്നത്. അപ്പം നമ്മൾ വേഗം പുഡിങ്ങും അതുപോലെ തന്നെ പഴമൊക്കെ കൊണ്ടുവച്ച് എല്ലാവരും പുഡിങ്ങൊക്കെ കഴിച്ച് കൊക്കക്കോളയൊക്കെ കുടിച്ച് കുറച്ച് നേരം സംസാരിക്കുകയൊക്കെ ചെയ്ത്
അപ്പോൾ ഇതാ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ. Bye bye.